തിരുവനന്തപുരം എറണാകുളം റൂട്ടിൽ കെഎസ്ആർടിസിയുടെ പുതിയ എക്സിക്യൂട്ടീവ് വോൾവോ ആഡംബര ബസ് സർവീസ് ആരംഭിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് പുലർച്ചെ 5:30 ആദ്യ സർവീസ് യാത്ര തിരിച്ചു. കൊല്ലം ആലപ്പുഴ വഴി രാവിലെ 9:45 എറണാകുളത്തെത്തും. വിമാനയാത്രയ്ക്ക് സമാനമായ പ്രീമിയം സൗകര്യങ്ങളാണ് ബസ്സിൽ ഒരുക്കിയിട്ടുള്ളത്. വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്ന് തിരിക്കുന്ന ബസ് രാത്രി 9:45 തിരുവനന്തപുരത്തെത്തും. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിലാണ് സർവീസ് ഉണ്ടാവുക. കാണാം ഗോപാൽ ശിലാസനൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. കെഎസ്ആർടിസിയുടെ ഏറ്റവും പുതിയ സംരംഭം ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പുറപ്പെടുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ബസ്, അതായത് കെഎസ്ആർടിസിയുടെ AC ലക്ഷറി എക്സിക്യൂട്ടീവ് ബസ്സാണ് അതിന്റെ ആദ്യ സർവീസ് നടത്തുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് തയ്യാറായിരിക്കുന്നത്. രാവിലെ 5:30 ആദ്യ സർവീസ് പുറപ്പെട്ട് 9:45 എറണാകുളത്തേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു ഫുള്ളി ബിസിനസ് ക്ലാസ്, അങ്ങനെ തന്നെ നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. എല്ലാവിധ അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കൂടിയ ഈ ബസ് അതിന്റെ എല്ലാ തരത്തിലേക്കുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായി അണിഞ്ഞൊരുങ്ങി നമുക്ക് ദൃശ്യങ്ങൾ നിൽക്കുന്നതായി കാണാൻ സാധിക്കും. നമുക്ക് ഈ ബസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊന്ന് ശ്രദ്ധിക്കാം. അതിനുള്ളിലേക്ക് തന്നെ കയറി ഒന്ന് നോക്കാവുന്നതാണ്. കാരണം ഈ ബസ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി എന്ന തരത്തിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ബസ്സാണ്. പൂർണ്ണമായും സസ്പെൻഷനോടുകൂടി തന്നെ എല്ലാവിധ യാത്രാ സൗകര്യം, സുഖകരമായ യാത്രയ്ക്കുള്ള ഒരു സംവിധാനം ഇതിൽ ഒരുക്കിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനമായ ആദ്യഘട്ടത്തിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. ദിവസം 2 സർവീസുകളാണ് ഈ ബസ്സിന് ഉള്ളത്. രാവിലെ 5:30 പുറപ്പെട്ട് 9:45 എറണാകുളത്ത് എത്തുന്ന ആദ്യ സർവീസും തിരിച്ച് വൈകുന്നേരം 5:30 പുറപ്പെട്ട് രാത്രിയിൽ 9:45 തിരിച്ച് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന തരത്തിലേക്കുള്ള രണ്ടാമത്തെ സർവീസും. ഇതിന്റെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 39 റിക്ലൈനർ സീറ്റുകളാണ് ഈ ബസ്സിലുള്ളത്. ആ സീറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യ സർവീസിൽ തന്നെ പൂർണ്ണമായും ഈ സീറ്റുകൾ ഫില്ലായിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ യാത്ര വിജയകരമാണ്, തുടക്കത്തിൽ തന്നെ വിജയകരമാണ് എന്ന് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. 39 സീറ്റുകൾ ഇതിലുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഓരോ സീറ്റിന്റെ പിന്നിലും എന്റർടൈൻമെന്റ് സംവിധാനമുണ്ട്. ആവശ്യക്കാർക്ക് വേണ്ടി നൽകുന്ന കോഫി, അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അടക്കമുള്ള നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു മിനി പാൻട്രി സംവിധാനമുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു മിനി റെഫ്രിജറേറ്റർ. ഈ റെഫ്രിജറേറ്ററിൽ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സെമി ഫ്രൂട്ട്സ്, അതായത് ഫ്രൂട്ട് ജ്യൂസുകളും അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സുകളും അടക്കമുള്ളവ സജ്ജീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ദീർഘദൂര യാത്രയായതിനാൽ തന്നെ ഇതിലൊരു യൂറിനൽ സംവിധാനം, ഒരു ടോയ്ലറ്റ് സംവിധാനം കൂടി ഏർപ്പാടാക്കിയിരിക്കുന്നത് ഈ സംവിധാനമാണത്. ഇതിനുള്ളിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അതൊരു യൂറിനലിന് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനം, തുറക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. വേണമെങ്കിൽ ഒന്ന് തുറന്ന് ഒക്കെ നോക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ്, ഇതൊരു ചെറിയ ഒരു സംവിധാനമാണ്. പ്രാഥമികമായിട്ടുള്ള യാത്രയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ദീർഘദൂര യാത്രയിൽ തന്നെ അതും ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയുണ്ട് സൗകര്യങ്ങൾ? പ്രതീക്ഷിച്ചതിലും ഭംഗിയായിട്ടുണ്ട്. ഇനിയിപ്പം യാത്ര തുടങ്ങിയിട്ടില്ല, തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പറയാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് ബസ്സുകൾ ഒരുപാട് യാത്രയുണ്ട്, പക്ഷേ ഇത്രയും ഫീച്ചേഴ്സും ഫെസിലിറ്റിയും ഉള്ള ഒരു യാത്ര ഇറ്റ് ഈസ് അമേസിംഗ്. എല്ലാവിധ ആശംസകളും വിജയവും നേരുന്നു. പിന്നെ ഇനി എൻഡിൽ പറയണം, ടൈം കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റുമോ, അതാണ് നമ്മള്. എത്ര സ്റ്റാഫ് ആയിരിക്കും ഇതിലുണ്ടാവുക? ഞങ്ങളിപ്പോ 4 പേരാണ്. അറ്റ് ടൈം 4 പേരുണ്ടാവും? അല്ല, ഇങ്ങനെ ടേൺ തിരിഞ്ഞ് വരുന്നത്. ഇന്ന് ഞാനും മോനിത എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ഉണ്ടായത്. നാളെ വേറൊരാള് വിനീപ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പം ഞങ്ങൾ റൊട്ടേക്ക് ചെയ്ത് പോകുന്നത്. ഒരു വണ്ടിയേ ഉള്ളൂ. കുഴപ്പമില്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ വരുന്നത് പാൻട്രി സൗകര്യവും ടോയ്ലറ്റ് സൗകര്യമാണ്. ഇപ്പൊ ടോയ്ലറ്റ് സൗകര്യത്തിന് യൂറിനൽസ് ഉള്ളിയാണ് ഇപ്പൊ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതിനുള്ള ഒരു ഫെസിലിറ്റി ഇപ്പൊ ഒരുക്കിയിട്ടുള്ളൂ. അപ്പം എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിശ്വാസം. അങ്ങനെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ യാത്ര ചെയ്യുന്ന തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിലായി ഈ ബസ് ഇത്തരത്തിൽ യാത്ര നടക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒന്ന് കയറി ഒരു യാത്രയൊക്കെ നടത്തി എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് അറിഞ്ഞു നോക്കാവുന്നതാണ്. വേഗത്തിലൊക്കെ എത്താൻ സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഒരു സുഖകരമായ യാത്ര ഇവരിതിൽ ഉറപ്പു നൽകുന്നുമുണ്ട്. ആ യാത്ര എല്ലാവർക്കും മികച്ച രീതിയിൽ പൂർത്തിയാകാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.